ഹലോ, അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്നിവിടെ ഡീൽ ചെയ്യാൻ വേണ്ടി പോകുന്ന ടോപ്പിക്ക് ക്യാപിറ്റൽ ആൻഡ് റവന്യൂ ആണ്. അതായത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്താണ്, ക്യാപിറ്റൽ റെസിപ്റ്റ് എന്താണ്, ക്യാപിറ്റൽ ഇൻകം എന്താണ്, അതേപോലെ തന്നെ റവന്യൂ റെസിപ്റ്റ്, റവന്യൂ എക്സ്പെൻഡിച്ചർ, റവന്യൂ ഇൻകം, ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ, ഇതൊക്കെ എന്താണെന്നാണ് ഞാൻ ഇന്ന് ഡീൽ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്ക് വേഗം തന്നെ എന്ത് ചെയ്യാം, വീഡിയോയിലോട്ട് പോകാം. ഓക്കെ, നമ്മൾ ഫസ്റ്റ് ഡീൽ ചെയ്യാൻ വേണ്ടി പോകുന്ന ടോപ്പിക്ക് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണ്. An expenditure which has been incurred for the purpose of obtaining a long-term benefits for the firm. അതായത് ഒരു ഫേമിൻ്റെ ലോങ് ടേം ബെനിഫിറ്റിന് വേണ്ടി നമുക്ക് ഇൻകർ ചെയ്യുന്ന എക്സ്പെൻസിനെ അല്ലെങ്കിൽ എക്സ്പെൻഡിച്ചറിനെയാണ് നമ്മൾ എന്ത് പറയുക, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. ഇതിന് എക്സാമ്പിളായിട്ട് പറയുന്നത്, നമ്മൾ ഒരു ഫർണിച്ചർ പർച്ചേസ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു പ്ലാന്റ് ആൻഡ് ബിൽഡിംഗ് പർച്ചേസ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു എക്സിസ്റ്റിംഗ് അസറ്റിന് പകരം മറ്റൊരു അസറ്റ് നമ്മൾ പർച്ചേസ് ചെയ്യുകയാണ്. ഇതൊക്കെ എന്ന് പറയുന്നത് ഒരു ബിസിനസ്സിൻ്റെ, അതായത് ആ ബിസിനസ്സിൻ്റെ ലൈഫും ഉടനീളം നമുക്ക് ആവശ്യമായിട്ടുള്ള ഫർണിച്ചർ അല്ലെങ്കിൽ എന്താണ് നമ്മൾ പറയുക, അസറ്റായിരിക്കും നമ്മൾ പർച്ചേസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഒരു ലോങ് ടേം ബെനിഫിറ്റ്, ഒരു ലോങ് ടേമിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ പർച്ചേസ് ചെയ്യുന്ന അസറ്റ് അല്ലെങ്കിൽ ഫർണിച്ചേഴ്സ് ഒക്കെയാണിത്. അപ്പോൾ ഇങ്ങനെ ഇത് പർച്ചേസ് ചെയ്യാൻ, ഈ ഒരു അസറ്റ് പർച്ചേസ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഉണ്ടാവുന്ന എക്സ്പെൻഡിച്ചറിനെയാണ് നമ്മൾ എന്ത് പറയുക, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ബിസിനസ് നമുക്കറിയാം, ഡേ ടു ഡേ ഓപ്പറേഷൻസ് നടത്തിയാണ് ബിസിനസ് റൺ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഡേ ടു ഡേ ഓപ്പറേഷൻസിന് വേണ്ടി നമുക്ക് ഉണ്ടാവുന്ന എക്സ്പെൻസ് അല്ല ഇതെന്ന് പറയുന്നത്. ലോങ് ടേം ബെനിഫിറ്റിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ലോങ് ടേം പർപ്പസിന് വേണ്ടി നമ്മൾ പർച്ചേസ് ചെയ്യുന്ന അസറ്റിന് ഉണ്ടാവുന്ന എക്സ്പെൻസ്, അതായത് പർച്ചേസ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഉണ്ടാവുന്ന എക്സ്പെൻഡിച്ചറിനെയാണ് നമുക്ക് എന്ത് പറയാം, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. An expenditure which has been incurred for the purpose of obtaining a long term benefits for the firm. അത് എന്താണ്, ആ ഒരു ഫേമിൻ്റെ ലോങ് ടേം ബെനിഫിറ്റിന് വേണ്ടിയിട്ട് നമുക്ക് ഇൻകർ ചെയ്യുന്ന എക്സ്പെൻഡിച്ചറിനെ പറയുന്ന പേരാണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ക്യാപിറ്റൽ ഇൻകം എന്താണ്. ആൻ ഇൻകം വിച്ച് ഡസ് നോട്ട് ഗ്രോ ഔട്ട് ഓഫ് ഓർ പെർട്ടൈൻ ടു ദ ഓപ്പറേറ്റിംഗ് ഓഫ് ദ ബിസിനസ് ഫേം പ്രോപ്പർ. ഫോർ എക്സാമ്പിൾ, ഇഫ് എ ഫർണിച്ചർ കോസ്റ്റിംഗ് ₹20,000 purchased by a business for its use is sold for ₹30,000, ₹10,000 will be taken as capital income. ഓക്കെ, അപ്പോൾ ക്യാപിറ്റൽ ഇൻകം എന്നിവിടെ നമ്മൾ പറഞ്ഞു, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ പറയുമ്പോൾ നമ്മൾ പറഞ്ഞു ലോങ് ടേം ബെനിഫിറ്റിന് വേണ്ടിയിട്ട് നമുക്ക് ഇൻകർ ചെയ്യുന്ന എക്സ്പെൻഡിച്ചറാണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. അപ്പോൾ അതേപോലെ തന്നെ ക്യാപിറ്റൽ ഇൻകം എന്ന് പറയുന്നത് എന്തായിരിക്കും, ഒരു ബിസിനസ്സിൻ്റെ ഡേ ടു ഡേ, അതായത് റെഗുലറായിട്ട് ചെയ്യുന്ന ട്രാൻസാക്ഷനിൽ നിന്ന് കിട്ടുന്ന ഇൻകം അല്ല ഇത്. എപ്പോഴെങ്കിലും നമ്മൾ എന്ത് ചെയ്യും, ചിലപ്പോൾ ഒരു ഫർണിച്ചർ നമ്മുടെ ആവശ്യത്തിന്, ഇപ്പോൾ നമ്മൾ പറഞ്ഞു ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ പറയുമ്പോൾ നമ്മൾ പറഞ്ഞു ഒരു ഫർണിച്ചർ നമ്മൾ പർച്ചേസ് ചെയ്യുന്നു, അത് നമ്മുടെ ലോങ് ടേം ബെനിഫിറ്റിന് വേണ്ടി നമ്മൾ പർച്ചേസ് ചെയ്തതാണ്, അല്ലാതെ നമുക്ക് എന്താണ് ആ ഫർണിച്ചർ വിറ്റ് കാശാക്കാൻ വേണ്ടി നമ്മൾ വാങ്ങിയ ഫർണിച്ചർ അല്ല, നമ്മുടെ ലോങ് ടേം ബെനിഫിറ്റിന് വേണ്ടി നമ്മൾ വാങ്ങിയതാണ്. പക്ഷേ നമ്മൾ നമ്മുടെ യൂസിന് വേണ്ടി വാങ്ങിയതാണെങ്കിൽ കൂടി 20,000 രൂപയ്ക്ക് പർച്ചേസ് ചെയ്ത ഫർണിച്ചറാണ്. നമ്മുടെ ഉപയോഗം കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യുന്നു, കുറച്ച് നാൾ കഴിയുമ്പോൾ ഇത് 30,000 രൂപയ്ക്ക് വിൽക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഈ 20,000 രൂപക്കാണ് നമ്മളിത് വാങ്ങിയത്, 30,000 രൂപയ്ക്ക് നമ്മൾ വിൽക്കുന്ന സമയത്ത് 10,000 രൂപ നമുക്ക് എന്താണ്, പ്രോഫിറ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു 10,000 നമ്മൾ ക്യാപിറ്റൽ ഇൻകം ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മളൊരു 20,000 രൂപയ്ക്ക് പർച്ചേസ് ചെയ്ത ഫർണിച്ചർ നമുക്ക് ഉപയോഗിക്കാൻ, അതായത് ലോങ് ടേമിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കാൻ വേണ്ടി വാങ്ങിയ ഫർണിച്ചറാണ്. അത് നമ്മൾ കുറച്ച് നാൾ കഴിയുമ്പോൾ 30,000 രൂപയ്ക്ക് വിൽക്കുകയാണ്. അങ്ങനെ വിറ്റ് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആ 10,000 രൂപ നമ്മുടെ പ്രോഫിറ്റാണ്. അതാണ് ക്യാപിറ്റൽ ഇൻകം എന്ന് പറയുന്നത്. ഇനി ഈ 30,000 എന്ന് പറയുന്നത് നമ്മുടെ ക്യാപിറ്റൽ റെസിപ്റ്റ് ആണ്. ഓക്കെ, 30,000 നമ്മുടെ ക്യാപിറ്റൽ റെസിപ്റ്റ് ആണ്, 10,000 ആണ് നമ്മുടെ എന്താണ് ക്യാപിറ്റൽ ഇൻകം എന്ന് പറയുന്നത്. 20,000 രൂപയ്ക്ക് പർച്ചേസ് ചെയ്ത ഫർണിച്ചർ 30,000 രൂപയ്ക്ക് വിൽക്കുകയാണ്, 30,000 ക്യാപിറ്റൽ റെസിപ്റ്റ് ആണ്, നമുക്ക് കിട്ടുന്ന എമൗണ്ട് ആണ്. ദെൻ 10,000 എന്ന് പറയുന്നത് ക്യാപിറ്റൽ ഇൻകം ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ക്യാപിറ്റൽ റെസിപ്റ്റ് എന്താണെന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി നോക്കിക്കഴിഞ്ഞു. റെസിപ്റ്റ് ഫ്രം ദ ഓണേഴ്സ് ഓഫ് ദ ബിസിനസ് ബൈ വേ ഓഫ് അഡീഷണൽ ക്യാപിറ്റൽ ഫ്രം സെയിൽ ഓഫ് ഫിക്സ്ഡ് അസറ്റ് ഓഫ് ദ ബിസിനസ് ഫേം. അതായത് ക്യാപിറ്റൽ റെസിപ്റ്റ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഓണേഴ്സ് എന്ത് ചെയ്യും, അഡീഷണൽ ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ് ചെയ്യും. ഓൾറെഡി അവർ ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടാവും, വീണ്ടും അഡീഷണൽ ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് അതൊരു ക്യാപിറ്റൽ റെസിപ്റ്റ് ആണ്, ബിസിനസ്സിന് അല്ലെങ്കിൽ ഫേമിന് അതൊരു ക്യാപിറ്റൽ റെസിപ്റ്റ് ആണ്. അതല്ലെങ്കിൽ നമ്മളിപ്പോൾ പറഞ്ഞ പോലെ ഫിക്സഡ് അസറ്റ്, നമ്മുടെ ലോങ് ടേം ബെനിഫിറ്റിന് വേണ്ടി ഒരു ഫിക്സഡ് അസറ്റ് നമ്മൾ എന്താണ് സെയിൽ ചെയ്യുകയാണ്,
അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന മൊത്തം ആ ഒരു വരുമാനത്തെ മൊത്തം എമൗണ്ടിനെയാണ് നമ്മൾ ക്യാപിറ്റൽ റെസിപ്റ്റ് എന്ന് പറയുക. അതിൻ്റെ ലാഭത്തിനെയല്ല നമ്മൾ നോക്കുന്നത്. ലാഭം എന്ന് പറയുമ്പോൾ അത് ക്യാപിറ്റൽ ഇൻകം ആണ് പോകുന്നത്. മൊത്തം എത്രയാണ് നമുക്ക് കിട്ടുന്ന എമൗണ്ട് അതാണ് ക്യാപിറ്റൽ റെസിപ്റ്റ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, if a machinery costing rupees 20,000 is sold for rupees 22,000, there is a capital receipt of rupees 22,000, but there will be a capital income of only rupees 2,000. നമ്മൾ പറഞ്ഞ പോലെ ഒരു മെഷീനറി 20,000 രൂപക്കാണ് നമ്മൾ വാങ്ങിയത്. ഓക്കെ, ഇത് നമ്മൾ 22,000 രൂപക്ക് വിൽക്കുകയാണ്. അപ്പോൾ ഈ 22,000 ആണ് ക്യാപിറ്റൽ റെസിപ്റ്റ്. എത്ര രൂപക്കാണോ നമ്മൾ ഇത് വിൽക്കുന്നത് നമുക്ക് കിട്ടുന്ന ആ എമൗണ്ട് ആണ് ക്യാപിറ്റൽ റെസിപ്റ്റ്. ഇനി 20,000 രൂപക്ക് വാങ്ങിയത് 22,000 രൂപക്ക് വിറ്റ് കഴിഞ്ഞാൽ 2,000 ആണ് നമ്മുടെ പ്രോഫിറ്റ്. അതാണ് ക്യാപിറ്റൽ ഇൻകം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ 2,000 ആണ് ക്യാപിറ്റൽ ഇൻകം, 22,000 ആണ് ക്യാപിറ്റൽ റെസിപ്റ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് ഡിഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ ആണ്. An expenditure which is incurred during an accounting period but is applicable either wholly or in part to the future periods. നമുക്കറിയാം ചില എക്സ്പെൻസ് അല്ലെങ്കിൽ എക്സ്പെൻഡിച്ചേഴ്സ് നമുക്ക് എന്ത് ചെയ്യും, ഈ ഒരു അക്കൗണ്ടിങ് പീരീഡിൽ നമുക്ക് ഇൻകർ ചെയ്യും. പക്ഷേ ഇത് ചിലപ്പോൾ ഒരു 1 ഇയറിലേക്കോ അല്ലെങ്കിൽ ഫ്യൂച്ചർ പീരീഡിലേക്കുള്ളതായിരിക്കും. ഫുള്ളായിട്ടോ അല്ലെങ്കിൽ പാർട്ടായിട്ടോ ഫ്യൂച്ചർ പീരീഡിലേക്ക് കൂടെ ഉള്ള എക്സ്പെൻഡിച്ചേഴ്സ് ഉണ്ടാവും. എക്സാമ്പിൾ പറഞ്ഞത് ഇപ്പോൾ ടെലിഫോൺ റെൻ്റൽ, ഓഫീസ് റെൻ്റ് പെയ്ഡ് ഇൻ അഡ്വാൻസ് ഡെവലപ്മെൻറ്റ് കോസ്റ്റ്, അഡ്വർടൈസ്മെൻറ്റ് എക്സ്പെൻസ്. ഇപ്പോൾ അഡ്വർടൈസ്മെൻറ്റ് എക്സ്പെൻസ് ഒക്കെ നമ്മൾ ഇന്ന് ചിലവാക്കുന്നുണ്ടെങ്കിൽ കൂടി അത് ഒരുപാട് ലോങ് ടേം ബെനിഫിറ്റിന് വേണ്ടി നമ്മൾ ചിലവാക്കുന്ന എക്സ്പെൻഡിച്ചറാണ്. അത് ഇന്നത്തേക്ക് മാത്രം കൂടിയിട്ടുള്ളതല്ല. അല്ലെങ്കിൽ ഇപ്പോൾ അഡ്വർടൈസ്മെൻ്റ് ഒക്കെ പറഞ്ഞാൽ ഒരു വർഷത്തേക്ക് മാത്രമുള്ളതല്ല, ഒരുപാട് വർഷത്തേക്ക് വേണമെങ്കിൽ നമുക്കത് എന്ത് ചെയ്യാം, നമുക്കതിൻ്റെ ബെനിഫിറ്റ് നമുക്ക് അനുഭവിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇങ്ങനെ വരുന്ന എക്സ്പെൻഡിച്ചറിനെയാണ് ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറയാം. ഇന്ന് ഇൻകർ ചെയ്യുന്നുണ്ടെങ്കിൽ കൂടി എന്താണ് അത് ഫ്യൂച്ചർ പീരീഡിലേക്കും അതിൻ്റെ ഫുള്ളായിട്ടോ അല്ലെങ്കിൽ പാർട്ടായിട്ടോ ഫ്യൂച്ചർ പീരീഡിലേക്ക് കൂടിയുള്ള എക്സ്പെൻഡിച്ചറിനെയാണ് നമ്മൾ പറയുന്നത് ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. ഇപ്പോൾ റെൻറ്റ് കൊടുക്കുന്നു, റെൻറ്റ് ചിലപ്പോൾ നമ്മൾ ഒരു വർഷത്തേക്കുള്ള റെൻ്റായിരിക്കും നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു ഇപ്പോഴാണ് നമ്മൾ റെൻറ്റ് കൊടുക്കുന്നത്, നമുക്ക് റെൻറ്റിൻ്റെ എക്സ്പെൻസ് നമുക്ക് വരുന്നത് ഈ ഒരു മന്ത് ആണെങ്കിൽ കൂടി ഒരു വർഷം വരെ നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ ബെനിഫിറ്റ് നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള എക്സ്പെൻഡിച്ചറിനെ പറയുന്ന പേരാണ് ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് റവന്യൂ എക്സ്പെൻഡിച്ചർ എന്താണ്? ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്താണെന്ന് നമ്മൾ നോക്കി അല്ലേ. അപ്പോൾ റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് വെച്ചാൽ an expenditure which arises out of and in course of regular business transaction of a business firm. നമുക്കറിയാം ഒരു ബിസിനസ്സിൻ്റെ റെഗുലർ കോഴ്സിൽ ഉണ്ടാവുന്ന എക്സ്പെൻഡിച്ചർ അല്ലെങ്കിൽ എക്സ്പെൻസിനെയാണ് നമ്മൾ റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. അതായത് നമുക്ക് ബിസിനസ് ഡേ ടു ഡേ ട്രാൻസാക്ഷൻസ് നടത്താൻ വേണ്ടിയിട്ട് ബിസിനസ്സിന് ഉണ്ടാവുന്ന എക്സ്പെൻഡിച്ചറിനെയാണ് നമ്മൾ എന്ത് പറയുക, റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. ഇവിടെ എക്സാമ്പിൾ പറഞ്ഞിട്ട് എക്സ്പെൻസസ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ കോസ്റ്റ്, അഡ്മിനിസ്ട്രേഷനിൽ ഉണ്ടാവുന്ന എക്സ്പെൻസസ്. അതേപോലെ കോസ്റ്റ് ഓഫ് ഗുഡ്സ് പർച്ചേസ്ഡ് ഫോർ റീസെയിൽ, നമ്മൾ ചിലപ്പോൾ കുറേ ഗുഡ്സ് പർച്ചേസ് ചെയ്തിട്ട് നമ്മളത് വിൽക്കുന്നതായിരിക്കും. ചിലപ്പോൾ ഹോൾസെയിലിന് നമ്മളത് പർച്ചേസ് ചെയ്ത് നമ്മൾ റീറ്റെയിലായിട്ട് വിൽക്കുന്നതായിരിക്കും. അപ്പോൾ ഹോൾസെയിലായിട്ട് നമുക്ക് പർച്ചേസ് ചെയ്യാൻ വേണ്ടി വരുന്ന ആ ഒരു എക്സ്പെൻഡിച്ചർ ഇല്ലേ, അതിനെയാണ് നമ്മൾ റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. നമ്മുടെ ഡേ ടു ഡേ ട്രാൻസാക്ഷൻസ് നടത്താൻ വേണ്ടി നമുക്ക് ഇൻകർ ചെയ്യുന്ന എക്സ്പെൻഡിച്ചറിനെയാണ് റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ നമ്മൾ പറഞ്ഞു ലോങ് ടേം ബെനിഫിറ്റിന് വേണ്ടിയിട്ട് നമുക്ക് ഇൻകർ ചെയ്യുന്ന എക്സ്പെൻഡിച്ചറാണ്. റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബിസിനസ്സിൻ്റെ ഡേ ടു ഡേ ട്രാൻസാക്ഷൻസിന് വേണ്ടി അല്ലെങ്കിൽ റണ്ണിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് ഇൻകർ ചെയ്യുന്ന എക്സ്പെൻഡിച്ചറിനെ പറയുന്ന പേരാണ് റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് റവന്യൂ ഇൻകം ആണ്. ആൻ ഇൻകം വിച്ച് അറൈസസ് ഔട്ട് ഓഫ് ആൻഡ് ഇൻ കോഴ്സ് ഓഫ് റെഗുലർ ബിസിനസ് ട്രാൻസാക്ഷൻ ഓഫ് എ ഫേം. റവന്യൂ എക്സ്പെൻഡിച്ചർ പറഞ്ഞതുപോലെ തന്നെയാണ് റവന്യൂ ഇൻകവും വരുന്നത്. എന്താണ്, നമ്മുടെ ഡേ ടു ഡേ ട്രാൻസാക്ഷനിൽ നിന്ന് നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റ് അല്ലെങ്കിൽ ഇൻകത്തിനെയാണ് നമ്മൾ എന്ത് പറയുക, റവന്യൂ ഇൻകം എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ദ പ്രോഫിറ്റ് ഇസ് മെയ്ഡ് ഓൺ സെയിൽ ഓഫ് ഗുഡ്സ് ഓർ സർവീസസ്. നമ്മുടെ ഇപ്പോൾ ബിസിനസ് എന്ന് പറയുന്നത് ഗുഡ്സ് പർച്ചേസ് ചെയ്ത് എന്ത് ചെയ്യാം, ഹോൾസെയിലിന് പർച്ചേസ് ചെയ്ത് റീറ്റെയിലായിട്ട് വിൽക്കുക എന്നുള്ളതാണെങ്കിൽ
നമുക്ക് ആ റീറ്റെയിലിൽ കിട്ടുന്ന പ്രോഫിറ്റിനെയാണ് നമ്മൾ റവന്യൂ ഇൻകം എന്ന് പറയുന്നത്. ഇൻകം എന്ന് പറയുമ്പോൾ ഇവിടെ പ്രോഫിറ്റ് ആണ് ഉദ്ദേശിക്കുന്നത്. ക്യാപിറ്റൽ ഇൻകം എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞാൽ പ്രോഫിറ്റ് ആണ് ഉദ്ദേശിക്കുന്നത്. റെസിപ്റ്റ് എന്ന് പറയുമ്പോൾ മൊത്തം എത്രയാണ് കിട്ടുന്ന എമൗണ്ട് അതാണ് ഉദ്ദേശിക്കുന്നത്. റവന്യൂ ഇൻകം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡേ ടു ഡേ ട്രാൻസാക്ഷനിൽ നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റ് ആണ് റവന്യൂ ഇൻകം എന്ന് പറയുന്നത്. ദെൻ റവന്യൂ ലോസസ് എന്താണ്? എ ലോസ് ദാറ്റ് അറൈസസ് ഡ്യൂറിങ് ദ നോർമൽ കോഴ്സ് ഓഫ് റണ്ണിങ് ദ ബിസിനസ്. അതായത് നമുക്ക് ബിസിനസ് റൺ ചെയ്യുന്ന സമയത്ത് സാധാരണ ഉണ്ടാവുന്ന ലോസസിനെയാണ് നമ്മൾ റവന്യൂ ലോസസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ലോസ് ഓഫ് അക്കൗണ്ട് ഓഫ് ബാഡ് ഡെബ്റ്റ്സ് ഉണ്ടാവാം. അതേപോലെ ഗുഡ്സ് ഡിസ്ട്രക്ട് ചെയ്ത് പോവാം, ഫ്ലഡ് കൊണ്ടോ ഫയർ കൊണ്ടോ അല്ലെങ്കിൽ ആരെങ്കിലും മോഷ്ടിച്ചെടുത്ത് കൊണ്ടുപോകുന്നതോ അങ്ങനെയൊക്കെയുള്ള കാരണത്താൽ നമുക്ക് എന്താണ് നമുക്ക് ലോസ് ഉണ്ടാവുകയാണെങ്കിൽ, നോർമൽ കോഴ്സ് ഓഫ് ഇതിൽ നമുക്ക് ലോസ് ഉണ്ടാവുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ റവന്യൂ ലോസസ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ലാസ്റ്റ് വൺ ആണ് റവന്യൂ റെസിപ്റ്റ് എന്ന് പറയുന്നത്. എ റെസിപ്റ്റ് ബൈ ദ ബിസിനസ് ഡ്യൂറിങ് ദ നോർമൽ കോഴ്സ് ഓഫ് ഓപ്പറേറ്റിംഗ് ദ ഫേം. നമ്മൾ ഓൾറെഡി ക്യാപിറ്റൽ റെസിപ്റ്റ് പറഞ്ഞതുപോലെ തന്നെ എന്താണ് ഇതെന്ന് വെച്ചാൽ നമ്മുടെ ഡേ ടു ഡേ ട്രാൻസാക്ഷൻസ് നടത്തുന്ന സമയത്ത് നമുക്കിപ്പോൾ നമ്മളൊരു ഗുഡ്സ് അല്ലെങ്കിൽ ഒരു സർവീസ് നമ്മൾ സെയിൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ആ ടോട്ടൽ എമൗണ്ടിനെയാണ് നമ്മൾ എന്ത് പറയുക, റവന്യൂ റെസിപ്റ്റ് എന്ന് പറയുന്നത്. A receipt by the business during the normal course of operating the firm. For example, if the X company goods costing rupees 40,000 sold to Y company for rupees 45,000, there is a revenue receipt of rupees 45,000, but revenue profit will be only of rupees 5,000. നമ്മൾ നേരത്തെ പറഞ്ഞ അതേ ഇത് തന്നെയാണ്. എന്താണ്, ഒരു എക്സ് എന്ന കമ്പനി എന്ത് ചെയ്യും, 40,000 രൂപയുടെ ഗുഡ്സ് വൈ എന്ന കമ്പനിക്ക് 45,000 രൂപയ്ക്ക് വിൽക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം എത്രയാണ് നമുക്ക് കിട്ടുന്ന മൊത്തം എമൗണ്ട്, അതാണ് റെസിപ്റ്റ് എന്ന് പറയുന്നത്. അപ്പം 45,000 ആണ് റവന്യൂ റെസിപ്റ്റ് എന്ന് പറയുന്നത്. ഇനി നോക്കാം, 40,000 രൂപയുടെ ഗുഡ്സ് 45,000 രൂപയ്ക്ക് വിറ്റ് കഴിഞ്ഞാൽ എന്താണ് അവിടെ ഇൻകം ഉണ്ടാവുന്നത്, റവന്യൂ പ്രോഫിറ്റ് ഉണ്ടാവുന്നത് എത്രയാണ്, 5,000 ആണ് റവന്യൂ ഇൻകം എന്ന് പറയുന്നത്. റവന്യൂ ഇൻകം അല്ലെങ്കിൽ റവന്യൂ പ്രോഫിറ്റ് എന്ന് പറയാം നമുക്ക്. അപ്പോൾ റവന്യൂ റെസിപ്റ്റ് എന്ന് പറയുന്നത് 45,000 ആണ്. എത്രയാണ് മൊത്തം എമൗണ്ട് കിട്ടുന്നത് അതിനെയാണ് നമ്മൾ റെസിപ്റ്റ് എന്ന് പറയുന്നത്. അതിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, റവന്യൂ ഇൻകം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു കേസിൽ 40,000 രൂപയുടെ ഗുഡ്സ് 45,000 രൂപയ്ക്ക് കൊടുക്കുമ്പോൾ 45,000 എന്താണ് റവന്യൂ റെസിപ്റ്റ് ആണ്. ദെൻ 5,000 എന്ന് പറയുന്നത് എന്താണ്, റവന്യൂ പ്രോഫിറ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ടേംസ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, ക്യാപിറ്റൽ ഇൻകം, ക്യാപിറ്റൽ റെസിപ്റ്റ്, ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ, റവന്യൂ ഇൻകം, റവന്യൂ ലോസ്, റവന്യൂ റെസിപ്റ്റ്. 3 ടോപ്പിക്സ് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ. താങ്ക് യു.